ചെയ്തായിരുന്നു. ധാരണ ചെയ്താലുള്ള 5 ബെനിഫിറ്റാണ് കിട്ടുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ആയു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സ് ഒരുപാടാകുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് വണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തും ശരീരത്തിനുള്ള സൗന്ദര്യങ്ങൾ ആയു വണ്ണ. മൂന്നാമത്തത് സുഖം എന്ന് പറഞ്ഞാൽ സുഖമുണ്ടല്ലോ, മലയാളത്തിൽ സുഖമാണ് പറയുന്നത്. ഇവിടെ ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നു, സുഖങ്ങളൊക്കെ കിട്ടുകയും ചെയ്യുന്നു. അത് നാലാമത്തത് ആണ് ബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശക്തികൾ അതൊക്കെ കിട്ടുന്നു. അപ്പോൾ അഞ്ചാമത്തത് പഞ്ഞ എന്ന് പറഞ്ഞാൽ വിശുദ്ധം, അറിവ്, എന്താ ശരിയായിട്ടുള്ള അറിവൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് 5 ബെനിഫിറ്റാണ് നമ്മുടെ ഭോജനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ കിട്ടുന്നത്. അതിനുശേഷം ചെയ്തത് പഞ്ചശീല എടുത്തായിരുന്നു. പഞ്ചശീല എന്ന് പറഞ്ഞാൽ 5 ശീലങ്ങൾ. ത്രിശരണ പഞ്ചശീല. ത്രിശരണം എന്ന് പറഞ്ഞാൽ ബുദ്ധ ധമ്മ സംഘ. ബുദ്ധം ശരണം ഗച്ഛാമി, ധമ്മ ശരണം ഗച്ഛാമി. അതിൻ്റെ അർത്ഥം ഞാൻ ഭഗവബുദ്ധൻ്റെ ശരണത്തിൽ പോകുകയും ധർമ്മത്തിൻ്റെ ശരണത്തിൽ പോകുകയും സംഘത്തിൻ്റെ ശരണത്തിൽ പോകുകയും എന്ന് പറഞ്ഞത്. ഈ 3 ശരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രൊട്ടക്ഷനായിട്ടുള്ള ശരണങ്ങളാണ്. അങ്ങനെ ചെയ്തത് പഞ്ചശീലങ്ങൾ. പഞ്ചശീലം എന്ന് പറഞ്ഞാൽ 5 ശീലങ്ങൾ. ഈ 5 ശീലങ്ങൾ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പാണാതിപാതം എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലുകയില്ല, മറ്റുള്ളവർക്ക് കഷ്ടപ്പാടുകളും ഒന്നും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് അധീനദാനം. അതെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചോദിക്കാതെ, ഇതൊക്കെ നമ്മൾ തരത്തില്ലല്ലോ, അത് നമ്മൾ എടുക്കത്തില്ല, അതാണ് അധീനദാനം. ഒന്നാമത്തത് കാമേശ്വര ഉച്ചചാരം എന്ന് പറഞ്ഞാൽ വ്യവചാരങ്ങൾ ചെയ്യുക. ഞങ്ങളുടെ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യുകയില്ല. നാലാമത്തേത് മുസാവാത വേരമണി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ കള്ളത്തരങ്ങൾ പറയുകയില്ല, എന്തായാലും പറയുന്നത് സത്യങ്ങളൊക്കെയാണ് പറയുക എന്ന് പറയുന്നത്. അഞ്ചാമത്തത് സുരമേരെ മജ്ജപമതഠാന എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങളുണ്ടല്ലോ, മദ്യപാനം, അതൊക്കെ ഉപയോഗിക്കുകയില്ല. അതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മളൊക്കെ കൺട്രോൾ കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ശരിയാണ് ചെയ്യുന്നത്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞത്. ഒരു മൂന്നത്തെന്ന് പറഞ്ഞാൽ ശില ഭാവന എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തൊരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഭാവന. നമ്മളിപ്പോൾ ചെയ്തത് മെത്തഭാവന എന്ന മെഡിറ്റേഷനാണ് ചെയ്തത്. ഈ മെത്തഭാവന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സുഖശാന്തിക്ക് വേണ്ടിയും ആശംസിക്കുകയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള, ഈ ലോകത്തിലുള്ള എല്ലാ ജീവജന്തുക്കൾക്ക് വേണ്ടി അവരുടെ സുഖശാന്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞത്, അതാണ് മെത്തഭാവന. ഈ മെത്തഭാവന ചെയ്താൽ ഭാനുവിനെ ഏത് ചിത്രം പറഞ്ഞായിരുന്നു, ഈ മെത്തഭാവന ചെയ്താൽ 11 തരത്തിലുള്ള ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. ഒന്നാമത്തത്, നിങ്ങൾ നല്ലതായിട്ട് ഈ മെത്തഭാവന ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുകയും, രണ്ടാമത്തേന്ന് രാവിലെ ശാന്തമായ മനസ്സിൽ എണ്ണിക്കുകയും പറ്റുന്നു. മൂന്നാമത്തത് പാപ്പൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊന്നും കാണത്തില്ല, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. അതിനുശേഷം എല്ലാവരും ഇതായത് മറ്റു എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇവർ പ്രിയരാകുന്നു. നാലാമത്തത് അതുപോലെ തന്നെ അമനുഷ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ ജീവജന്തുക്കൾക്ക് വേണ്ടി പ്രിയരാകുന്നവർ, അതുപോലെ ദൈവത്തിന് വേണ്ടി പ്രിയരാകുന്നു, അതാണ് നാലാമത്തത്. അതിനുശേഷം പല തരത്തിലുള്ള ഈ പോയിസൺസ് ഒക്കെ ഉണ്ടല്ലോ, വിഷമുണ്ട്, അതുപോലെ തന്നെ
ഹത്യാരങ്ങൾ എന്ന് പറഞ്ഞാൽ വെപ്പൺസ് ഉണ്ടല്ലോ, വെപ്പൺസ് ആയിട്ടുള്ള ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനുശേഷം നിങ്ങളുടെ മരിക്കുമ്പോൾ ഇതൊരു ശാന്തമായിട്ടുള്ള മനസ്സിലാണ് അവസാനത്തെ നിന്നാണ് അത് മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അരിയ കിട്ടത്തില്ലെങ്കിൽ, അരിയ എന്ന് പറഞ്ഞാൽ സത്യപ്പന്ന, സകതകാമി, നാഗാമി, അർഹന്ത ആ സ്ഥിതി കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചതിന് ശേഷം ബ്രഹ്മലോകത്തിൽ ജനിക്കുകയും എന്നാണ്. ഈ 11 കാര്യങ്ങളാണ്, 11 ബെനിഫിറ്റാണ് നമ്മൾ ശരിയായിട്ട് മറ്റുള്ളവർക്ക് മരുന്ന് കൊടുക്കുകയും അവരുടെ സുഖത്തിനു വേണ്ടിയും ശാന്തത്തിനു വേണ്ടിയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്നത്.